സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചൗക്കിബാൽ എന്ന അതിർത്തി ഗ്രാമത്തിലാണ് ഞാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഷെൽ പതിച്ച റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഇതിവിടെ ഒരു ഷെല്ല് പതിച്ച് ഈ റോഡ് കുഴിയായി മാറി എന്നുള്ളതാണ്. അത്ര പ്രത്യാഘാതം ഇവിടെ ഈ ഷെല്ല് പതിച്ചുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണുന്നത്. ഇതൊരു റോഡായിരുന്നു, ആ റോഡ് ഇവിടെ ഷെല്ല് വീണിരുന്നു. ഷെല്ല് വീണ് ഇതൊരു കുഴിയായി പൊളിഞ്ഞു തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സുരക്ഷിതരാണ്, ഞാനും മനു ബാലകൃഷ്ണനും. ഈ അതിർത്തി മേഖലകളിലുണ്ട്. നമ്മൾ ആവശ്യമായ സൈന്യത്തിൻ്റെയൊക്കെ നിർദ്ദേശാനുസരണം ജാക്കറ്റും ഹെൽമറ്റും ഒക്കെ ധരിച്ചാണ് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാം, ഇവിടെ ഷെല്ല് വീണതിൻ്റെ പ്രത്യാഘാതമാണ്. ഇത് വലിയൊരു അത്രയും ഇരുമ്പിൻ്റെ ഒരു തൂണാണ്, അത്രയും ശക്തമായ ഒരു ഇരുമ്പിൻ്റെ തൂണാണ്. ആ തൂണിലാണ് അതിലിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പ്രദേശത്താണ് ചൗക്കിബാൽ എന്ന പ്രദേശത്തെ കുറിച്ച് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ മിലിറ്ററി പോസ്റ്റുകളൊക്കെ ഇപ്പോൾ തന്നെ ഇന്ത്യ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഇനി ചൗക്കിബാലിൽ ഒരു ആക്രമണം നടത്താൻ, അതിൽ നിൽക്കുന്നിടത്തേക്ക് ആക്രമണം നടത്താൻ പാകിസ്ഥാന് അവരുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് സാധിക്കില്ല. അതിനുള്ളതൊക്കെ നമ്മുടെ സൈന്യം ചെയ്തിട്ടുണ്ട്. അതിൽ യു ആർ സേഫ്. പക്ഷേ ഈ ചൗക്കിബാലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിന്റെ പ്രത്യാഘാതം, ഇത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ ചൗക്കിബാലിനെ കുറിച്ച് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. അതിൽ ചൗക്കിബാൽ ആ വശത്തേക്ക് മനു ബാലകൃഷ്ണൻ ക്യാമറ തിരിച്ചാൽ ആ കാണുന്ന മലനിരകൾക്കപ്പുറം പാക് അധിനിവേശ കശ്മീരാണ്. അവിടെയാണ് ഇന്ത്യൻ പോസ്റ്റ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ ഷെല്ലുകൾ ഇവിടേക്ക് വന്നത്. വളരെ നമുക്ക് കാണുമ്പോൾ ഞെട്ടലുളവാക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. മനു ബാലകൃഷ്ണൻ ആ ക്യാമറ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇതൊരു ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറാണ്. ഇതിൻ്റെ മുഴുവൻ ജനൽ ചില്ലകളും തകർന്നു പോയി എന്നുള്ളതാണ് സുജിയ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഈ ഡോർ നോക്കൂ, ഡോറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ദ്വാരങ്ങൾ വീണിരിക്കുന്നു. ഇതൊക്കെ ഷെല്ലേറ്റ് സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഈ കാർ മുഴുവനായി തന്നെ തകർന്നു, ഇതിൻ്റെ ഗ്ലാസുകൾ മുഴുവൻ തകർന്നു. ഇതിൻ്റെ പിൻഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഇട്ടിരുന്ന ഗ്ലാസ്സാണ്, പിൻ ഗ്ലാസ് തകർന്നു. ഈ ഭാഗത്തെ ഇരുമ്പ് അത് തന്നെ ദ്വാരങ്ങൾ വീണു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സമീപത്തെ കടകളിലേക്ക് പോയാൽ ഇവിടെ കടകളൊക്കെ പൂർണ്ണമായും നശിച്ചു എന്നുള്ളതാണ്. അവരുടെ ജീവിതോപാധി തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കാട്ടിക്കൊടുക്കാം മനു ബാലകൃഷ്ണൻ. ഇവിടെ ഒരു കടയുണ്ടായിരുന്നതാണ്, ആ കടയുടെ ചെരുപ്പ് കടയാണ്, ആ ഫുട്വെയറാണ്. ആ ഫുട്വെയറിൻ്റെ അവിടെ മുകളിലുണ്ടായിരുന്ന ലെറ്ററുകൾ താഴെ വീണ് കിടക്കുന്നത് കാണാം. അത്രയും പ്രത്യാഘാതം ഈ ചൗക്കിബാലിലെ ഷെല്ലുകൾ വീണപ്പോൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉടമസ്ഥൻ ഉണ്ട്. आपका दुकान है क्या? बिल्कुल सर जी। क्या हो? ये सर जी लगभग रात के 4 बजे, सुबह के 4 बजे ये गिरा हुआ है। तो शेल पाकिस्तान से आया हुआ है। तो हम उस वक्त घरों में थे अपने। जी इसलिए तो इतना सारा नुकसान हो गया, तो जो हम खुद झेल रहे हैं अभी। जी ये आपका दुकान है? बिल्कुल सर जी, मेरा सभी दुकानें जो है तो इस वक्त पूरी तहस नहस है। सभी दुकानों में शटल काट के जो है शेल अंदर घुसा हुआ है। तो सारे दुकानों में बिल्कुल सारा जो सामान है पूरा बिखरा पड़ा है, पूरा ख़राब हुआ है। बिल्कुल सारे बिल्कुल सर जी, हमें इंसाफ चाहिए। हम तो इंडिया गवर्नमेंट से ये निवेदन कर रहे हैं कि मतलब प्लीज़ हमारी हेल्प करे इस चीज़ में। हमारा अगर कंपनसेशन हो तो कंपनसेट भी करे। और ये तो यहाँ से कितना दूर है ये LOC? LOC यहाँ से लगभग 6-7 किलोमीटर, इस साइड पे 6-7 किलोमीटर पड़ता है। सामने से जाओ तो लगभग 20-25 किलोमीटर दूर पड़ता है। लेकिन जो 5-6 किलोमीटर LOC है। बिल्कुल सर जी, 5-6 किलोमीटर दूर तो LOC अपना हवाई देखा जाए तो वो तो बहुत ही कम पड़ रहा है, 2-2.5 किलोमीटर पड़ता है। ഇവിടെ നിന്ന് ഒരു വശത്തേക്ക് പോയാൽ 5-6 കിലോമീറ്ററേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ മനു ബാലകൃഷ്ണൻ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയുള്ള ചില കടകളുണ്ട്. ഇവിടെയുള്ള ചില കടകളുടെ മുഴുവനായി തന്നെ ഈ ഭാഗത്ത് തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിത് കട നേരത്തെ കയറി കണ്ടിരുന്നു. സുജയ, നമ്മളിത് ഈ ദൃശ്യങ്ങൾ നോക്കുക. ഇത് എത്ര കാഠിന്യമുള്ള ഇരുമ്പായിരിക്കും സാധാരണഗതിയിൽ ഷട്ടറിന് ഉപയോഗിക്കുക എന്ന് നമുക്കറിയാം. കടയൊരു മോർട്ടാർ ഷെൽ പതിച്ചതിന്റെ അടയാളമാണ് ആദിൽ പാലോട് ഇപ്പോൾ കാട്ടിത്തരുന്നത്. പാകിസ്ഥാന്റെ മോർട്ടാർ ഷെൽ പതിച്ചതിന്റെ അടയാളമാണ് ഇത്. കുപ്വാര ജില്ലയിലെ പ്രദേശമാണ് ചൗക്കിബാൽ, അതിർത്തി ഗ്രാമമാണ്. അവിടെ ആക്രമണം നടന്ന പാകിസ്ഥാൻ ഇന്നലെ പുലർച്ചെ 4 മണി മുതൽ അവിടെ ഷെല്ലാക്രമണം, മോർട്ടാർ ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആളുകൾക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. പിന്നീട് ഷെല്ലാക്രമണമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ആളുകൾ മാറുകയായിരുന്നു. മോർട്ടാർ ഷെല്ലിംഗ് നടന്ന ചൗക്കിബാലിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിൽ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്.